السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി വന്നുപോയ എല്ലാ ദോഷങ്ങൾക്കും അല്ലാഹു നമുക്ക് അഫ്വ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വല്ലാതെ ആഗ്രഹങ്ങൾ കൽബിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് മുറാദുകൾ ഹാസുലായി കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ആളുകൾ എൻ്റെ മജ്ലിസ് കാണുന്നവരിൽ ഉണ്ട്. ഹലാലായ ആവശ്യങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്ന പല അമലുകളും ചെയ്യുന്ന ആളുകൾ എൻ്റെ മജ്ലിസ് കാണുന്നവരിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരിക്കലും നടക്കാത്ത പല ആഗ്രഹങ്ങളും നമ്മുടെ കൽബിലുണ്ടാകും. ഈ മുറാദുകളെല്ലാം നമുക്ക് ഹാസുലായി കിട്ടാൻ വേണ്ടി വളരെ മഹത്വമായ ഒരു ദിക്റിനെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഈ അമല് ചെയ്യേണ്ട രൂപവും അതുപോലെ തന്നെ ഇത് ചെയ്യേണ്ട സമയവും ഇത് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളും അതൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ വിവരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സ്വാലിഹായ അമലായി ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ, ഈ അമലിനെ സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് നെയ്യത്തുകൾ കൽബിൽ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് മുറാദുകൾ ഹാസുലായി കിട്ടേണ്ട ആളുകളുണ്ടാകും. അവരെല്ലാം ഈ അമലിനെ ചെയ്യുക. ഈ പറയുന്ന രൂപത്തിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഫലം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരും. നമ്മുടെ നടക്കാതെ ഇരിക്കുന്ന ആഗ്രഹങ്ങൾ എന്തുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ എല്ലാം ഒരു ഫതഹിന്റെ ബാബിനെ നമുക്ക് അല്ലാഹു കാണിച്ചു തരും. ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്യേണ്ട രൂപം ആദ്യമായി നമ്മൾ എല്ലാ സമയത്തും സൂചിപ്പിക്കുന്നത് പോലെ വുളൂഓട് കൂടി നമ്മൾ ഈ അമല് ചെയ്യുക. ആദ്യമായി നമ്മൾ വുളൂ എടുക്കുക. അതിന്റെ ശേഷം നമ്മൾ ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഇരുന്നു കൊണ്ട് ആദ്യമായി നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുക. അതിന്റെ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ആദ്യമായി നമ്മുടെ മജ്ലിസിന്റെ ഇജാസത്തിലുള്ള നമ്മുടെ മജ്ലിസിന്റെ മശായിഖന്മാരുടെ പേരിൽ നമ്മൾ 7 ഫാത്തിഹ പാരായണം ചെയ്യുക. അതിന്റെ ശേഷം സൂറത്തു യാസീൻ നമ്മൾ 1 തവണ പാരായണം ചെയ്യുക. നമ്മുടെ മജ്ലിസിന്റെ മശായിഖന്മാരുടെ പേരിലുള്ള 7 ഫാത്തിഹ പാരായണം ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് ഒരു യാസീൻ നമ്മൾ പാരായണം ചെയ്യുക. അതിന്റെ ശേഷം അല്ലാഹു റബ്ബി ലാ ശരീക ലഹു എന്നിങ്ങനെ 874 തവണ ഈ ദിക്റിനെ നമ്മൾ ചൊല്ലുക. അതിന്റെ ശേഷം നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മജ്ലിസിൽ ചൊല്ലുന്നത് പോലെ 11 തവണ നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ചൊല്ലുക. സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അമലിനെ നമ്മൾ അവസാനിപ്പിക്കുക. അതിന്റെ ശേഷം ഇഖ്ലാസോടെ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. അപ്പൊ ഈ അമല് നമ്മൾ ചെയ്യേണ്ട സമയമേതാ? സുബ്ഹിനോട് അടുത്ത സമയം. തഹജ്ജുദ് എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുമല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഖളാഉൽ ഹാജത്തിന്റെ 2 റക്അത്ത് നിസ്കരിക്കുക. ആ സമയത്ത് നമുക്ക് തഹജ്ജുദിന്റെ പ്രതിഫലം കൂടി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരുപാട് ഇജാബത്ത് ലഭിക്കാൻ ഏറ്റവും അർഹമായ ഒരു സമയം കൂടിയാണ് പാതിരാവിന്റെ ശേഷമുള്ള സമയം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നമ്മുടെ മുറാദ് എന്താണോ അത് നമ്മുടെ കൽബിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ വിഷമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ആവശ്യമുണ്ടല്ലോ, ഈ ആവശ്യങ്ങൾ അള്ളാഹു നമുക്ക് നടത്തിത്തരും. അതിനുള്ള ബാബുകൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരും. ഇതാണ് ഈ അമല്. ഇൻഷാ അള്ളാഹ് ഈ അമല് നമ്മൾ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഈ റജബിന്റെ മഹത്വം കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ അഅ്മാലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ പ്രതിഫലം ജീവിതത്തിൽ അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഇതെല്ലാം നമ്മൾ അള്ളാഹുവിനുള്ള ഇബാദത്തായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറണം എന്ന നിയ്യത്തോടു കൂടി നമ്മൾ ചെയ്യരുത്. അള്ളാഹുവിലേക്കുള്ള അമലായി, അള്ളാഹുവിലേക്കുള്ള ഇബാദത്തായി നമ്മൾ ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുക. ആ ദുആക്ക് അള്ളാഹു ഇജാബത്ത് നൽകും ഇൻഷാ അള്ളാഹ്. നല്ല ഇഖ്ലാസോടെ, നല്ല വിശ്വാസത്തോടെ, അള്ളാഹു നമ്മെ കൈവടിയൂല എന്ന വിശ്വാസത്തിൽ നമ്മൾ ഈ അമല് ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹുവെ നീ ഹാസുലാക്കി തരണേ അള്ളാഹ്. അള്ളാഹുവെ ഈ ജീവിതത്തിൽ ഖൈറായ രൂപത്തിൽ ജീവിക്കാനും നല്ല റഹ്മത്തോടെ ജീവിക്കാനും ഇസ്സത്തോടെ ജീവിക്കാനും നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഒരു വിഷമങ്ങളിലും പ്രയാസങ്ങളിലും നീ കൊടുക്കല്ലേ അള്ളാഹ്. ഇപ്പൊ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.